മഞ്ചേശ്വരം BJPക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തവണ നഷ്ടപ്പെട്ട, കപ്പിനും ചുണ്ടിനിടയിൽ നഷ്ടപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പം ഇത്തവണ കെ സുരേന്ദ്രൻ വീണ്ടും ഇറങ്ങുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. കെ സുരേന്ദ്രൻ ഇറങ്ങുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവിടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1000-ന് താഴെ വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത്. അതിനു മുമ്പ് വെറും 89 വോട്ടുകൾക്ക്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിവാദമൊക്കെ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ സമ്മതിച്ചിരുന്നു, അതായത് LDFൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് തുടർച്ചയായിട്ട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF ജയിക്കുന്നത്. നമുക്കറിയാം 1991 മുതൽ 87 മുതൽ ഒരു തവണ ഒഴിച്ച് എല്ലാ സമയത്തും BJP 2ാം സ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് വന്നിട്ടുണ്ട്. 2006 മാത്രമാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അപ്പോൾ ശരിക്കും BJP അവിടെ തോൽക്കാൻ കാരണം ഈ പറയുന്ന അവസാന നിമിഷത്തെ ക്രോസ് വോട്ടിംഗ് ഒക്കെ തന്നെയാണ്. അതുകൂടാതെ മുസ്ലിം വിഭാഗക്കാർക്കിടയിലുള്ള ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതാണ് സംഭവം. പക്ഷേ ഇത്തവണ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ മുസ്ലിം ലീഗും LDFും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അത് സംബന്ധിച്ചുള്ള വാക്ക് പോരുകൾ, അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ BJPക്ക് സാധിക്കില്ല. BJPയെ സംബന്ധിച്ച് പരമാവധി വോട്ട് മാക്സിമം പിടിച്ച് വിജയത്തിലെത്തുക എന്നത് തന്നെയാണ്. കെ സുരേന്ദ്രൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. 10,000-ഉം 12,000 വോട്ടുകളൊക്കെ എഡീഷണൽ ആയിട്ട് പിടിച്ചിട്ട് പോലും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ ക്രോസ് വോട്ടിങ്ങും ടാക്ടിക്കൽ വോട്ടിങ്ങും ഒക്കെ കൊണ്ടാണെന്ന് സുരേന്ദ്രൻ തന്നെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഞ്ചേശ്വരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു ലീഡറാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഇത്തവണ മത്സരിക്കുമ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ അതൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ പൊതുവെ പ്രവർത്തകർക്കിടയിലുണ്ട്. പിന്നെ CPM ആണെങ്കിൽ ഇത്തവണ LDF ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് വോട്ട്, ഈ മുസ്ലിം വോട്ട് കുറച്ച് ഈ പൊതു സ്വതന്ത്രം പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് അനുകൂലമായിട്ട് മാറും.